ഇപ്പോഴേ ഈസ്റ്ററായിട്ട് താറാവ് മേടിച്ചില്ലെന്ന് പറയണ്ട കേട്ടാ. ഇതാണ് കടമക്കുടി. ഇതിനെയാണ് കടമക്കുടി എന്ന് പറഞ്ഞ കേട്ടാ. കടമക്കുടി പുതുശ്ശേരിയിൽ നിന്ന് ഒരു താറാവിനെ വാങ്ങിച്ചേട്ടാ. ഇത് അത്ര നീറ്റല്ല, നമുക്ക് ഒന്നുകൂടി കളയേണ്ടി വരും. പൂടയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്ന വലിയ പീസാക്കും ആദ്യം, എന്നിട്ട് ഓരോ പീസ് എടുത്തിട്ടും പൂട കളയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് റെഡിയാക്കാൻ പറ്റും. ഓരോ പീസും വലിയ ഒരു 5-6 പീസൊക്കെ ആക്കിയിട്ടും ഓരോ പീസ് എടുത്തിട്ടും നന്നായിട്ട് റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. ഈ തിരക്കിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ. ഇത്രയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം ഞാനും സാലിച്ചേട്ടനും മാത്രമേ കൂട്ടുകയുള്ളൂ, മോൻ കൂട്ടുകയില്ല കേട്ടോ ഈ സാധനം. ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു പേരിന് താറാവിനെ മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ, ഈസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യൽ. ആർഡറുണ്ടോ? നല്ലോണം ആർഡറുണ്ടോ? ഈസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യൽ താറാവാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ താറാവ് കട്ട് ചെയ്യണത് ആദ്യം ഇതിൻ്റെ കാലങ്ങട് റെഡി കട്ട് ചെയ്ത് മാറ്റും. നല്ല കനമുള്ള താറാവാണ് കേട്ടോ. നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത്. പുതുശ്ശേരിയിലെ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത്. നല്ല തിരക്കായിരുന്നു, ക്യൂ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇറച്ചി നുറുക്കണത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, താറാവ് കട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. കളിയാക്കല്ലേ കേട്ടാരും, പൊങ്കാല ഇടരുത് പ്ലീസ്. ഇങ്ങനത്തെ പണിയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലേ, ഇനി കയ്യിനെ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. ആദ്യം കാല് കട്ട് ചെയ്ത് മാറ്റി, ഇനി കൈയാണ്. ഇനി കഴുത്താണ്. കഴുത്തിനത് ഇങ്ങനെ വിടാൻ പച്ചങ്ങാട് കട്ട് ചെയ്യും. കഴുത്തിനെ മാറ്റി ഇങ്ങനെ വലിയ വലിയ പീസാക്കി മാറ്റിയിട്ട് ഓരോ പീസും നന്നാക്കി എടുക്കും കേട്ടോ, നല്ല ശരിയാവുള്ളൂ. എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്യും. ലാസ്റ്റാണ് ഇതിനെ മുറിക്കണത്. വലിയ കത്തി കൊണ്ട് മുറിക്കാനുള്ള മരുങ്ങില്ല കേട്ടോ എനിക്ക് ചെറിയ കത്തിയാണ് ഇഷ്ടം. നല്ല മൂർച്ചയുള്ള കത്തിയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു 5-8 പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്ത് കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ച് കളഞ്ഞ് റെഡിയാക്കി എടുക്കും. അതാണ് എളുപ്പം. മുഴുവത്താനായിട്ട് റെഡിയാക്കണേ നല്ല എപ്പോഴും ഇതിങ്ങനെ കേട്ടോ, ഇങ്ങനെ ചെറിയ 5-6 പീസാക്കിയിട്ടും ഇങ്ങനെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പീസിൽ നിന്ന് എടുത്ത് റെഡിയാക്കി നീറ്റാക്കും. അങ്ങനെയാകുമ്പോൾ എളുപ്പം കഴിയുകയും ചെയ്യും, എല്ലാം നന്നായിട്ട് നീറ്റാവുകയും ചെയ്യും. ഇതിൽ ഓരോ പൂടയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത് കളയേണ്ടി വരും. ഓക്കേ.